ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യാതൊരു കെമിക്കൽസും യൂസ് ചെയ്യാതെ നമ്മുടെ വീടിനകത്തുള്ള കൊതുകിനെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള കിടിലൻ ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈച്ച, കൊതുക് എന്നിവയെ തുരത്തി ഓടിക്കാൻ വളരെ എഫക്റ്റീവായ ഒന്നാണ് പെരുംജീരകം. നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ 1 സ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത്രയും ഗ്രാമ്പൂവും വേണം. ഈച്ചയ്ക്കും കൊതുകിനും ഒന്നും ഇഷ്ടമല്ലാത്തൊരു സ്മെല്ലാണ് പെരുംജീരകത്തിൻ്റെയും ഗ്രാമ്പൂവിൻ്റേതും. അതുകൊണ്ട് ഇവയെ തുരത്തി ഓടിക്കാൻ വളരെ ഫലപ്രദമായ ഐറ്റംസാണ് ഇതൊക്കെ. മാത്രമല്ല ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ എപ്പോഴും ഉണ്ടാവുന്നതാണല്ലോ. പ്രത്യേകിച്ച് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഗ്രാമ്പൂവും പെരുംജീരകവും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. നമുക്കിതൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കാം. വറുത്തിട്ട് പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടും ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ജീരകവും ഗ്രാമ്പൂവും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അധികം നേരമൊന്നും ഫ്രൈ ആക്കണ്ട കേട്ടോ. നന്നായിട്ട് ചൂടായ പാത്രത്തിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് ഏകദേശം 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇതുപോലുള്ള ഐറ്റംസ് എല്ലാം പച്ചയ്ക്ക് പൊടിക്കുന്നതിനേക്കാളും നല്ലത് അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് പൊടിക്കുന്നതായിരിക്കും. പച്ചയ്ക്ക് പൊടിക്കുന്നതിനേക്കാളും ഫ്ലേവർ കൂടുതലായിരിക്കും നമ്മളിത് ഫ്രൈ ആക്കിയിട്ട് പൊടിച്ചെടുക്കുമ്പോൾ. മസാലയൊക്കെ നമ്മൾ അങ്ങനെയല്ലേ പൊടിച്ചെടുക്കുന്നത്. വറുത്തെടുത്ത പെരുംജീരകവും ഗ്രാമ്പൂവും ചൂടോടെ തന്നെ ഒരു ഇടികല്ലിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ നിങ്ങളിത് കൂടുതൽ അളവെടുക്കുകയാണെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടും പൊടിച്ചെടുക്കാം കേട്ടോ. ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നതും നല്ലതാണ് കേട്ടോ. ഒരു തവണ ഉണ്ടാക്കിയാൽ ഏകദേശം 1 മാസത്തോളം നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. പെരുംജീരകവും ഗ്രാമ്പൂവും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം. ഈച്ച, കൊതുക് എന്നിവയെ അകറ്റി നിർത്താൻ 100% എഫക്റ്റീവായ ഒന്നാണ് വെളുത്തുള്ളി. ഒരു 3 അല്ലി വെളുത്തുള്ളി തോലൊക്കെ കളഞ്ഞ് നമുക്കിതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ മിക്സ് എത്രത്തോളം അരയുന്നോ അത്രത്തോളം അരച്ചെടുക്കാം കേട്ടോ. വെളുത്തുള്ളിയും ഗ്രാമ്പൂവും പെരുംജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി സ്റ്റവിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയും എടുക്കാം. ചിലർക്ക് നല്ലെണ്ണയുടെ മണം അത്രയ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർ വെളിച്ചെണ്ണയിൽ ചെയ്താൽ മതി. 100 ഗ്രാം വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിത് ഒരാഴ്ചത്തേക്കുള്ളതാണ് ഉണ്ടാക്കി വെക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എണ്ണ യൂസ് ചെയ്യാം കേട്ടോ. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ പെരുംജീരകം ഗ്രാമ്പൂ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആര്യവേപ്പില അരച്ചും നമുക്കിതുപോലെ മിക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് തിളച്ച് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന വെളുത്തുള്ളി നല്ലതുപോലെ മൊരിഞ്ഞു വരണം. അതാണ് നമ്മുടെ എണ്ണയുടെ പാകം. ഇതാ കണ്ടോ, ഏകദേശം 2 മിനിറ്റോളം തിളപ്പിച്ചപ്പോഴേക്കും നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് മൊരിഞ്ഞ് മുകളിൽ പൊന്തി വന്നേക്കുന്നത്. എണ്ണ പാകത്തിന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം 1 സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രാമ്പൂവും പെരുംജീരകവും വെളുത്തുള്ളിയും നന്നായിട്ട് പൊടിഞ്ഞ് എണ്ണയിലേക്കൊന്ന് മിക്സായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ. ഈ സ്മെല്ലാണ് കൊതുകിനെയും ഈച്ചയൊക്കെ അകറ്റി നിർത്താൻ സഹായിക്കുന്നത്. ആര്യവേപ്പില പോലെ വൃത്തിയായിട്ട സ്മെല്ലൊന്നും ഇതിനില്ല കേട്ടോ. അതുകൊണ്ട് കുട്ടികളുള്ള വീട്ടിൽ പോലും നമുക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം. നന്നായിട്ട് മിക്സാക്കിയ ശേഷം നമുക്കിതൊരു ചെറിയ പാത്രത്തിലോ മൺചിരാതിലോ ഒഴിച്ച് ഒന്ന് കത്തിക്കാം. ഞാൻ ഇതുപോലെ ചെറിയൊരു പാത്രത്തിലാണ് കേട്ടോ ഇതൊന്ന് കത്തിച്ച് വയ്ക്കുന്നത്. ആവശ്യമായ എണ്ണ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 2 കട്ട കർപ്പൂരം പൊടിച്ച് ചേർക്കാം. കർപ്പൂരത്തിൻ്റെ ഗുണമൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കൊതുക്, ഈച്ച എന്നിവയെ അകറ്റി നിർത്താൻ വളരെ വിശേഷപ്പെട്ടതാണ് കർപ്പൂരമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. എണ്ണയിലേക്ക് കർപ്പൂരം പൊടിച്ചിട്ടതിന് ശേഷം ഒരു തിരിയിട്ട് കത്തിക്കാം. ഇനി ഇത് നമ്മുടെ വീടിനകത്ത് എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി. ഇതൊന്ന് കത്തിച്ച് വെച്ചാൽ നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ വീടിനകത്തുള്ള കൊതുകെല്ലാം ഇല്ലാതാകുന്നത് നമുക്കറിയാൻ സാധിക്കും. പിന്നെ കൊതുകിനെ തുരത്തി ഓടിക്കാൻ മാത്രമല്ല കേട്ടോ, ഈ മഴക്കാലത്ത് നമ്മുടെ വീടിനകത്ത് ഒരു എയർ ഫ്രഷ്നറായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. അത്രയ്ക്ക് നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് കത്തിക്കുമ്പോൾ ഉള്ളത്. ഞാനിത് ഒരു ചെറിയ സ്റ്റീൽ ബൗളിലാണ് കത്തിച്ച് വെക്കുന്നത്. അപ്പോൾ തിരി ഇങ്ങ് തെന്നി പോവാതിരിക്കാനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഗോലി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടി കുഞ്ഞുങ്ങളുള്ള വീടുകളിലും അതുപോലെ തന്നെ ശ്വാസകോശ രോഗികളുള്ള വീടുകളിലുമൊക്കെ ധൈര്യമായിട്ട് നമുക്കിത് കത്തിച്ച് വെക്കാം കേട്ടോ. ആര്യവേപ്പില പോലെ ദുർഗന്ധമൊന്നും നമ്മുടെ മരുന്നിനില്ല.
അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഐറ്റംസും കുറച്ച് സമയവും മാത്രം മതിയല്ലോ ഇതുണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് എല്ലാവരും ഉറപ്പായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ബാക്കിയുള്ള എണ്ണ അരിച്ചെടുത്ത് ഒരു ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ആവശ്യമുള്ളപ്പോഴൊക്കെ എടുത്ത് കത്തിക്കാം. സന്ധ്യാസമയത്താണ് പുറത്തുള്ള കൊതുകെല്ലാം വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ കത്തിച്ച് വെച്ചാൽ ഒരൊറ്റ കൊതുക് പോലും വീടിനകത്തേക്ക് പ്രവേശിക്കില്ല. മാത്രമല്ല വീടിനകത്തുള്ള കൊതുകെല്ലാം പുറത്തേക്ക് പറന്നു പോവുകയും ചെയ്യും. എണ്ണ അരിച്ചെടുത്തതിന് ശേഷം ബാക്കി വന്ന വേസ്റ്റ് കളയണ്ട കേട്ടോ. അതൊരു പേപ്പറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കത് പുകയ്ക്കാനായിട്ട് എടുക്കാം. കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള നമ്മുടെ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ഈർക്കിലി എടുത്തിട്ടുണ്ട്. നല്ല പച്ച ഈർക്കിലിയാണ് കേട്ടോ നമുക്കിവിടെ ആവശ്യമുള്ളത്. ഈർക്കിലിയിൽ നിന്നും ഓലയൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഈർക്കിലിയിൽ നിന്നും ഓലയൊക്കെ മാറ്റിയതിന് ശേഷം ഇത് 3-4 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇതാ ഞാനിവിടെ 4 പീസ് ഈർക്കിലി മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ചെടുത്ത ഈർക്കിലിയെല്ലാം നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു സവാളയാണ്. സവാള, ചുവന്നുള്ളി, വെളുത്തുള്ളി ഇവയൊക്കെ കൊതുകിനെ തുരത്തി ഓടിക്കാൻ വളരെ യൂസ്ഫുള്ളാണ്. സവാളയുടെ പുറമെയുള്ള ആ തോലൊക്കെ ഒന്ന് പൊളിച്ച് കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സവാള ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ സവാളയുടെ രണ്ടറ്റവും മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. ക്ലീനാക്കി എടുത്ത സവാള 2 ഈക്വൽ പാർട്സായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ആ വേരിൻ്റെ ഭാഗമുള്ള സവാള പീസിൻ്റെ നടുവിലായിട്ട് ഒരു ചെറിയ കുഴി ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ കൊതുക്, എലി, പല്ലി, പാറ്റ എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള ധാരാളം വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. നമ്മുടെ സവാളയുടെ നടുവിലായിട്ട് ഇതുപോലുള്ള ചെറിയൊരു കുഴിയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ ആ മുറിച്ച് വെച്ചേക്കുന്ന ഈർക്കിലി എടുത്ത് സവാളയുടെ ഉള്ളിലേക്ക് കുത്തി കൊടുക്കാം. വേരിൻ്റെ ഭാഗമുള്ള നമ്മൾ ആ കുഴി ഉണ്ടാക്കിയ സവാളയുടെ 4 ഭാഗത്തായിട്ടാണ് ഈർക്കിലി കുത്തി കൊടുക്കേണ്ടത്. ഈച്ച, കൊതുക് എന്നിവയുടെ ശല്യം തീർക്കാൻ വളരെ ഫലപ്രദമായ ഒന്നാണ് ഗ്രാമ്പൂ. നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ 4 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. 2 പീസാക്കി എടുത്ത സവാളയുടെ ഒരു പീസിലാണ് നമ്മൾ കുഴി ഉണ്ടാക്കി ഈർക്കിലി കുത്തി കൊടുത്തത്. അടുത്ത പീസിലേക്ക് നമുക്ക് ഈ ഗ്രാമ്പൂ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഗ്രാമ്പൂ സവാളയുടെ ഉള്ളിലേക്ക് കുത്തി കൊടുത്തപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ. എന്താ പറയുക, നല്ലൊരു ഫ്രഷ്നെസ് കിട്ടുന്ന നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത്. പക്ഷേ ഈച്ചയ്ക്കും കൊതുകിനും ഒന്നും ഈ സ്മെല്ല് ഒട്ടും പിടിക്കില്ല. നമ്മുടെ സവാള പീസിലേക്ക് 4 ഗ്രാമ്പൂവും കുത്തി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഈച്ചയും കൊതുകുമെല്ലാം റൂമിൽ നിന്നും പുറത്തേക്ക് പോകും. ഇനി ഇത് നമ്മൾ ആ കുഴി ഉണ്ടാക്കിയ ഈർക്കിലി വെച്ച സവാളയിലേക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഓരോ ഗ്രാമ്പു കുത്തിയതിൻ്റെയും തൊട്ടിപ്പുറത്തായിട്ട് വേണം ഈർക്കിലി കുത്തി കൊടുക്കാൻ. സവാള കഷ്ണങ്ങൾ രണ്ടും ഈർക്കിലി കൊണ്ട് കുത്തി യോജിപ്പിച്ച ശേഷം നമ്മൾ ആ കുഴി ഉണ്ടാക്കി വെച്ച സവാളയുടെ നടുവിലേക്ക് ഒരു കുഞ്ഞു മെഴുകുതിരി കുത്തി കൊടുക്കാം. ഇനി ഇതൊന്ന് കത്തിച്ച് വെച്ചാൽ മതി. നിമിഷ നേരം കൊണ്ട് നമ്മുടെ റൂമിനകത്തെ കൊതുകെല്ലാം ഇല്ലാതാകുന്നത് അറിയാൻ സാധിക്കും. സവാളയുടെ നീരും ഗ്രാമ്പൂവുമൊക്കെ നമ്മുടെ മെഴുകുതിരിയുടെ ചൂടേറ്റ് പുകയുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ. ഈ സ്മെല്ലാണ് കൊതുകിനെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത്. ഇത് കാണാനും നല്ല ഭംഗിയല്ലേ. കൊതുകിനെ തുരത്തി ഓടിക്കാൻ മാത്രമല്ല കേട്ടോ, കറണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ റൂമിനകത്തൊരു വെട്ടം കിട്ടാനും ഇത് കത്തിച്ചാൽ മതി. ഇതൊന്ന് കത്തിച്ച് വെച്ചാൽ മതി. നിമിഷ നേരം കൊണ്ട് റൂമിനകത്തെ കൊതുകെല്ലാം പുറത്തേക്ക് പോകും. ഒരു പ്രാവശ്യത്തെ ഉപയോഗത്തിന് ശേഷം മെഴുകുതിരി ഒന്ന് അണച്ചു വെച്ചാൽ ഏകദേശം 3 ദിവസത്തോളം നമുക്കിത് തന്നെ യൂസ് ചെയ്യാം. കൊതുകിൻ്റെ ശല്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്